അല്ല, ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഉദ്ഘാടനമായി വരുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛനോടൊപ്പം ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട്. അച്ഛൻ പലതവണ ഇതിൻ്റെ ഉദ്ഘാടകനായി ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോഴെല്ലാം ഞാൻ വരാറുണ്ട്. വലിയൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മൾ ആറന്മുളക്കാരിൽ നിന്ന് ഓണം ആദ്യം തുടങ്ങുമെന്ന് പറയുന്ന പോലെയാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരമാണ് ഈ അതിഥി ദേവോ ഭവ എന്ന് പറയുന്നത്. വരുന്നവർക്കെല്ലാം ഭഗവാനോടൊപ്പം വിഭവസമൃദ്ധമായ സദ്യ ഉണ്ണാൻ അവസരം തരുന്നത്. സദ്യ എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയും ഇത്രയധികം വിഭവങ്ങൾ ഒരുക്കുന്ന ഒരു ഭക്ഷണ ഒരു വിരുന്നൊടുക്കില്ല ഒരിക്കലും. ഭഗവാന് വേണ്ടി ഒരുക്കിയ ഈ വിരുന്നിൽ നമുക്കും പങ്കെടുക്കാൻ കഴിയുന്നുള്ള ഓരോ ഭക്തജനങ്ങളുടെയും സന്തോഷമാണ്. ആ സന്തോഷം നമ്മളെല്ലാവരും പങ്കുചേരുകയാണ്. ഇതൊരു വളരെ മനോഹരമായൊരു സങ്കല്പമാണ്. നമ്മൾ ഭഗവാനോടൊപ്പം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. എല്ലായിടത്തും അന്നദാനം നടക്കാറുണ്ട്. പക്ഷേ ഇതൊരു വലിയ ഭാഗ്യമാണ്. മലയാളികളെ സംബന്ധിച്ചെന്നാൽ ഇപ്പോൾ ദേശത്തുനിന്നും വിദേശത്തുനിന്നും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇനിയുള്ള നാളുകളിൽ ആറന്മുളയിലേക്ക് എത്തും. അതുകൊണ്ട് പള്ളിയോടത്ത് ഓരോരുത്തരും ഭഗവാന്റെ വരുന്നൊരു മോനെ അവിടെ ഒരു മുഹൂർത്തം ഉണ്ടെന്ന് അല്ല, ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയുണ്ടെന്ന് പരിശോധിക്കും. പക്ഷേ അത് റദ്ദാക്കിയല്ലോ, സസ്പെൻഷൻ റദ്ദാക്കാൻ നിർദ്ദേശം കൊടുത്തു. അതിൻ്റെ രണ്ട് വശങ്ങളുണ്ട്. അതിൽ ഒരു വശം എന്ന് പറയുന്ന വ്യക്തിപരമായ വശമാണ്. വ്യക്തിപരമായ വശം അന്വേഷിക്കേണ്ടത് KSRTC ജോലിയല്ല. പക്ഷേ അതിൽ ഔദ്യോഗികമായ മറ്റൊരു വശമുണ്ട്. അവരുടെ അശ്രദ്ധ കൊണ്ട് യാത്രക്കാർ ബെല്ലടിച്ച് ഇറങ്ങിപ്പോകുന്നുണ്ട്. അതായത് യാത്രക്കാർ ബെല്ലടിച്ച് പോവുകയും ബെല്ലടിച്ച് കയറുകയൊക്കെ ചെയ്യുന്ന ഒരു ദൃശ്യം വരുമ്പോൾ കണ്ടക്ടർ അതിൻ്റെ ഉത്തരവാദിയാണ്. ബെല്ലിൻ്റെ കൺട്രോൾ കണ്ടക്ടറിലല്ല, നാട്ടുകാരയിലല്ല. അങ്ങനെ ഒരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തുണ്ട്. അത് പരിശോധിക്കണം. ഈ മറ്റേ ഒന്നാം ഭാഗം ഉണ്ടല്ലോ, ഈ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒന്നാം ഭാഗം ഉദ്യോഗസ്ഥൻ്റെ ഒരു അബദ്ധധാരണയാണ്. ആരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ നമുക്ക് ഉത്തരവാദിത്വമില്ല. ഉത്തരവിൽ അപാകതയുണ്ട്. അതുകൊണ്ടാണ് ഉത്തരവ് റദ്ദാക്കിയത്. ഇനി അടുത്ത ഉത്തരവ് എങ്ങനെ വേണമെന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ട്. അത് തികച്ചും സാങ്കേതികമാണ്. ഒരു ബസ്സിൻ്റെ കണ്ടക്ടർ എന്ന് പറയുന്നതിൻ്റെ കൺട്രോളിലാണ്. ആ ആൾ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സീറ്റിൽ ഇരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യണം, ബെല്ലെല്ലാം കൺട്രോൾ ചെയ്യണം. പകരം മറിച്ച് ആ ആൾ ഫ്രണ്ടിൽ പോയിരുന്ന് ഡ്രൈവറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ആളുകൾ ബെല്ലടിച്ച് കയറി ഇറങ്ങുകയും ചെയ്യുന്നൊരു ദൃശ്യമുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാം.